നമസ്കാരം. ഇപ്പോൾ മുംബൈയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. താൻ സഹോദരിയായി കാണുന്ന സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന് ആരോപിച്ച് മലയാളി 3 പേർക്ക് നേരെ വെടിയുതിർത്തു. താനെ ജില്ലയിലെ മുംബ്രയിലെ കൈലാസ് നഗറിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവമുണ്ടായത്. ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നാണ് വാർത്ത. 2 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ മുംബ്രയിൽ താമസിക്കുന്ന ജയൻ ശിവാനന്ദൻ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 51 വയസ്സാണ് ഇയാൾക്ക്. അബ്ദുൾ ഷെയ്ഖ്, അക്ബർ അഹമ്മദ്, സമീർ ഷെയ്ഖ് എന്നിവർക്കാണ് വെടിയേറ്റത്. അക്ബർ സംഭവ സമയത്ത് തന്നെ മരിച്ചു എന്നാണ് വിവരങ്ങളിൽ ഉള്ളത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തോക്ക് പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. സുമന്തായ് ഹിന്ദി സ്കൂളിന് പിന്നിലുള്ള ബിസ്മുള്ള ചാളിനുള്ളിലാണ് സംഭവമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരെ നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതേസമയം 2 പേരുടെ നില ഗുരുതരമാണെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. പ്രതിയും ഇയാൾ സഹോദരിയായി കരുതിയിരുന്ന സ്ത്രീയും ഇതേ പ്രദേശത്ത് തന്നെയായിരുന്നു താമസം. ഈ സ്ത്രീ കടന്നു പോകുമ്പോഴെല്ലാം ഈ സംഘം ശല്യപ്പെടുത്തിയിരുന്നതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. പ്രതി ഇക്കാര്യം പോലീസിനോട് പറയുകയായിരുന്നു. വ്യാഴാഴ്ച വീണ്ടും കളിയാക്കിയപ്പോൾ ഇദ്ദേഹം തോക്കെടുത്ത് വരികയായിരുന്നു. ആദ്യം വാക്കുതർക്കമാണ് ഇവിടെ ഉണ്ടായത്. പിന്നീട് ആ വാക്കുതർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. അതിനെ തുടർന്ന് ഇദ്ദേഹം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി തോക്കെടുത്തു കൊണ്ടുവന്ന് ഈ 3 പേരെ വെടിവെക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും തൊഴിലാളിയായി ജോലി ചെയ്യുകയാണെന്നുമാണ് വിവരം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഒരു തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ മറ്റ് താമസക്കാരുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് എന്നാണ് ആദ്യം ഇദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീടാണ് താൻ സഹോദരിയെ പോലെ കാണുന്ന ഒരു സ്ത്രീയെ ഈ 3 പേരും നിരന്തരം ശല്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ശല്യം ചെയ്യുകയുണ്ടായി. തുടർന്ന് ഇവരെ കാണാനായി ഇദ്ദേഹം പോവുകയായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് തോക്കെടുത്ത് വെടിവെച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരിക്കുകയായി. അതേസമയം ഇദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ തോക്ക് എങ്ങനെ എത്തി എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ് സംഭവമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം യുവതിയും ആ യുവാക്കളും തമ്മിൽ മറ്റ് പല കാര്യത്തിലും തർക്കം നിലനിന്നിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നമാണോ എന്നും പോലീസ് വ്യക്തത തേടുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടുകാരുടെ മൊഴിയും രേഖപ്പെടുത്തും.